ഇതാദ്യം ഞാനൊരു ഹോബിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ജസ്റ്റ് ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ഒരു അക്വേറിയം ഷോപ്പിൽ നിന്ന് മിക്സ് ഗപ്പിയെ വാങ്ങിച്ച് തുടങ്ങിയാണ്. പിന്നെ ഇവിടെ ഒരു വീട് പണിതതിൻ്റെ ഒരു സിമെൻറ്റ് ടാങ്ക് കിടപ്പുണ്ടായിരുന്നു, അതിനകത്തിട്ട് ആദ്യം വളർത്തിയത്. ഷോർട്ട് ബോഡി ബലൂൺ ബിഗ് ഇയർ മൂൺടെയിൽ മോളിയാണ്. നല്ല ഭംഗിയുള്ളതായിട്ട് ഈ പ്ലാന്റൊക്കെ അല്ലെങ്കിൽ പ്ലാന്റൊക്കെയുള്ള പോണ്ടിലൊക്കെ ഇടാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഗപ്പിയുടെ ബ്രീഡിങ് പോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യങ്ങൾ. ഇതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ബ്രീഡാണ്. ഇത് ഇച്ചിരി കെയർ വേണ്ടൊരു ബ്രീഡാണ്. പെട്ടെന്ന് അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ pH കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുള്ളൊരു ബ്രീഡാണ്. ഏകദേശം ഗപ്പിയെ വളർത്തുന്ന ആ ഒരു രീതി തന്നെ ഇതിനെയും വളർത്തുന്നത്. സ്നേക്ക് സ്കിൻ ബ്ലൂ റോസ് ടെയിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുന്നൊരു ഐറ്റമാണ്. ഇത്രയും കിടക്കുന്നത് ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. അങ്ങനെ ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് മീനെ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചെറിയൊരു വരുമാന മാർഗമായി. പിന്നെ ഹൈബ്രിഡ് ഓരോ വെറൈറ്റി എടുത്ത് ഇത് ആൽബിനോ റെഡ് റോസ് ടെയിൽ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇവിടെ നമ്മൾ ഗപ്പിയൊക്കെ ചെയ്യുന്നത് ഫ്രിഡ്ജ് ബോക്സിലാണ് ഇപ്പം ചെയ്യുന്നത്. ഗപ്പിയെ ഇത് നല്ല ഈറ് വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. പ്ലാറ്റിനം റെഡ് ബിഗർ പുതിയ വെറൈറ്റി പ്ലാറ്റിനത്തിൻ്റെ. ഇതേപോലെ ഫ്രിഡ്ജ് ബോക്സിലും ആദ്യം തുടങ്ങിയ ഒരു ബേസൺ ബ്ലാക്ക് കളറിലൊരു ബേസൺ 100 രൂപയ്ക്ക് പണ്ടൊക്കെ കിട്ടുമായിരുന്നു. അതിനകത്തിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ഓരോ ബ്രീഡ് ഫുൾ റെഡ്, ചില്ലി റെഡ്, ബിഗ് ഇയർ അങ്ങനെയുള്ള വെറൈറ്റിയൊക്കെ ബോക്സിലാക്കി വളർത്തി. ആദ്യം ഈ ഓലക്സിലൊക്കെ ഇട്ടായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഷെഫായിട്ട് ഹോട്ടലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയം ആയപ്പോൾ അവിടുന്ന് ഇറങ്ങുക ചെയ്തത്. ഹോട്ടലൊക്കെ പൂട്ടി ഇറങ്ങി. അങ്ങനെ ആ സമയത്ത് ഇതിന് നല്ലൊരു വരുമാന മാർഗം കിട്ടാൻ തുടങ്ങി. ഇത് കോയി ഷോർട്ട് ബോഡി വരുന്ന ടൈപ്പാണ്. ചെറിയ ബോഡി ആയിരിക്കും ഇതിൻ്റെ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് റെഡ് ലൈസ്. ഇത് 150 കൊടുക്കുന്നു. ഇത് പണ്ടോട്ടുള്ള ബ്രീഡാണ്. ഇപ്പോൾ അധികം ആൾക്കാരുടെ ഇല്ല ഈ സാധനം. നല്ല ടെയിലും നല്ല സൈസും ഒക്കെ വെക്കുന്നൊരു ഐറ്റം. നല്ല ബോഡി സൈസ് വെക്കും. ഇത് നമ്മുടെ ഹെഡ്ജോഗാണ്. നമുക്ക് വീട്ടിൽ ഇണക്കി വളർത്താൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. നല്ല അധികം മെയിൻ്റെനൻസ് ഒന്നുമില്ല. ക്യാറ്റ് ഫുഡൊക്കെ കൊടുത്ത് വളർത്താം. പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു 50ഓളം വെറൈറ്റി ഗപ്പികളുണ്ട്. മൊയിനെ ആർട്ടീമിയ മെയിനായിട്ട് നമ്മൾ ലൈഫ് ഫീഡ് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കുക. പിന്നെ പെലറ്റ് ഫുഡ് ആർട്ടീമിയ ഫ്ലേക്സ് അതുകൊണ്ടൊക്കെ ഉള്ള പെലറ്റ് ഫുഡുകളും കൊടുക്കും. ഇത് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതിനെ മാറ്റിയിട്ടിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ വലുതിൻ്റെ കൂടിയായിട്ടുള്ളത് സെപ്പറേറ്റ് നമ്മൾ വേറൊരു ബോക്സിൽ തന്നെ ഇടണം. എങ്കിലത് പെട്ടെന്ന് വളർന്ന് കിട്ടത്തുള്ളൂ. നമുക്ക് ആദ്യം ലൈഫ് ഫീഡ് തന്നെ കൊടുക്കണം. മൊയിനെയോ ആർട്ടീമിയ അങ്ങനെ എന്തെങ്കിലും ലൈഫ് ഫീഡ് തന്നെ ഇതുങ്ങൾക്ക് കൊടുക്കണം. എങ്കിലേ പെട്ടെന്ന് നല്ല കളറും കാര്യങ്ങളൊക്കെ വെക്കത്തുള്ളൂ. ബ്രീഡിങ് കേജ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിനകത്ത് ഫീമെയിൽ ഗപ്പി ഇട്ട് കഴിഞ്ഞാൽ. ഇത് പോളിഷെലോ എന്ന് പറയുന്ന ഗപ്പിയാണ്. പോളിഷെലോ കളറായിരിക്കും ഇതിൻ്റെ ടെയിലിന്. നല്ല ഭംഗിയുള്ളൊരു ബ്രീഡാണ്. ഇത് സിൽവർ റെഡോ ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മളിവിടുന്ന് ഫിഷിനെ സൗത്ത് ഇന്ത്യ മൊത്തം കൊറിയർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പോകുന്നത് തമിഴ്നാട്, കർണാടക അവിടോട്ട്. നമ്മൾ കേരളത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ കൊറിയർ പോകുന്ന ആ ഭാഗത്തോട്ടാണ്. ഇത് ഫുൾ ഗോൾഡ് ഗള്ളിയറാണ്. ഫീമെയിലും മെയിലും നല്ല ഈറ് വെക്കുന്നതാണ്. പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയറാണ്. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഇല്ല, അതിൻ്റെ തന്നെ വൈറ്റ് കളർ വരുന്നത്. ഇത് യെല്ലോ ടെക്സിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് യെല്ലോ ടെക്സി എന്ന് പറഞ്ഞാൽ. നല്ല യെല്ലോ കളറാണ്. ഫീമെയിലിൻ്റെ ഒക്കെ ടൈൽ നല്ല യെല്ലോ കളർ വരും. ഇത് ആപ്പിൾ സ്നെയിലാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇതിന് കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോളും. അത് കഴിയുമ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെ വേസ്റ്റ് അടി കിടക്കുന്നത് നമുക്ക് വലിച്ചു കളഞ്ഞാൽ മതി. പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുമല്ല വെള്ളം എപ്പോഴും ക്ലിയറായിട്ട് കിടക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഫ്രിഡ്ജ് ബോക്സ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു വിധം നല്ല ഗ്രോത്തൊക്കെ കിട്ടാൻ സാധിക്കുന്നത്. അക്വേറിയത്തിൽ ഇടുന്നതിനേക്കാളും നല്ലത് ഫ്രിഡ്ജ് ബോക്സ് ഇടാം. അക്വേറിയത്തിൽ ഇടുമ്പോൾ നമുക്ക് അന്നേരം അതിൻ്റെ എണ്ണം കുറേ ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര വലിയ അക്വേറിയം ആയിരിക്കണം. ബോക്സ് ശരിക്കും നമ്മുടെ ഇവിടെ അങ്ങനെ പൊളിച്ച് കിട്ടുന്നില്ല. ഫുള്ളായിട്ടുള്ള ബോക്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിപ്പം തൃശ്ശൂരിൽ നിന്ന് ഇറക്കുമായിരുന്നു. ഒരു 2 ലോഡായിട്ട് ഇറക്കി ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഫ്രിഡ്ജ് ബോക്സ് ആകുമ്പോൾ സൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 60 പീസൊക്കെ അതിനകത്ത് ഇട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഫുഡ് ഞാൻ ഇവിടെ 2 നേരമാണ് കൊടുക്കുന്നത്. ഫുഡ് രാവിലെയും വൈകിട്ടും. പോളിഷ് പിങ്ക് മോസ്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രീഡായത്. ചില ഗപ്പിക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. ഒരു 20-30 പീസൊക്കെ കിട്ടത്തുള്ളൂ. ചിലതാണെങ്കിൽ നല്ലപോലെ കുഞ്ഞുങ്ങളെ തരുന്ന ഐറ്റംസുണ്ട്. ഈ ആൽബിനോ വെറൈറ്റീസൊക്കെ ആണെങ്കിൽ ചിലതിനൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. ഈ പോളിഷ് പിങ്ക് മോസ്ക വരുമ്പോൾ ഒരു 30 പീസ്. പേർഷ്യൻ ക്യാറ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. വൈറ്റ് കളറ് കാലിക്കോ.
അങ്ങനെ പല ടൈപ്പ്. ഇപ്പോൾ ഈ കാലിക്കോയും വൈറ്റ് കളറാണ് കൊടുക്കാൻ കിടക്കുന്നത്. ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. എന്നാൽ ചിലതിനാണെങ്കിൽ ഒരു 80%, 90% നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി നമ്മൾ ഇതിൽ നിന്ന് തന്നെ പിടിച്ച് മാറ്റുക ചെയ്യുന്നത്. ഒരു ഗ്രോത്ത് എത്തി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. അന്നേരം തന്നെ ക്വാളിറ്റി ഇല്ലാത്തതിനെ നമ്മൾ പിടിച്ച് മിക്സിലോട്ട് മാറ്റിയിടുക ചെയ്യുന്നത്. മഴ നല്ലപോലെ പെയ്യുന്ന സമയത്താണെങ്കിൽ ചില ടാങ്കിലൊക്കെ pH വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അന്നേരം ഫിഷിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫുഡ് എടുക്കത്തില്ല. അന്നേരം തന്നെ അതിൻ്റെ വെള്ളം മാറ്റിയിടുക ചെയ്യുന്നത്. വേറൊരു ടാങ്കിലോട്ട് വേറെ വെള്ളത്തിലോട്ട് മാറ്റിയിടും. അന്നേരം പിന്നെ അത് രക്ഷപ്പെട്ട് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ അതിന് അസുഖം വന്ന് ചാകുക തന്നെ ചെയ്യും. പർപ്പിൾ ബെറി കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളൊരു ഗപ്പിയാണ് പർപ്പിൾ ബെറി എന്ന് പറഞ്ഞ ഐറ്റം. ഇത് നല്ലൊരു എൻക്വയറി ഉള്ളൊരു ഫിഷ്, എല്ലാവരും വാങ്ങുന്ന ഒരു ഐറ്റമാണ്. ഇത് ഫുൾ റെഡാണ്. ഫുൾ റെഡിൻ്റെ ജുവനൈൽ സൈസാണ് കേട്ടോ. വലുതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ ഇടല്ല. അന്നേരം അതിന് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാതെ ഒരു ചത്തുകയും ചെയ്യുന്നത്. ഇത് റെഡ് ലൈസ് ആണ്. റെഡ് ലൈസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇപ്പം ടീൽ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. മൊയിനാണ് മെയിനായിട്ട് ലൈഫ് ഫീഡ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ. മൊയിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും. ഇത് ആൽബിനോ റെഡ് ബിഗ് ഇയർ ആണ്. ഗപ്പിയെ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഈ ഒരു ഭാഗത്താണ് ഗപ്പിയെല്ലാം ഇട്ടിരിക്കുന്നത്. പിന്നെ ഫൈറ്ററിനെയൊക്കെയാണ് ഈ ഷെഡിനകത്ത് ഫൈറ്റർ, വിഡോ, ടൈഗർ ബാർബ അങ്ങനെയുള്ള ഫിഷിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. എഗ്ഗ് ചെയ്യുന്ന ഫിഷ് മിക്കതും അകത്തിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത്. ഗപ്പി ഈ ഒരു കാലാവസ്ഥ മഴയും വെയിലൊക്കെ കൊണ്ട് കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് സീത്രൂ റെഡ് ഇയർ കോയിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വയറിനകം നമുക്ക് ഇതിൻ്റെ എഗ്ഗും കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം കാണാൻ പറ്റും വയറ്റിൽ കൂടെ. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആയി കിടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നല്ല ടെയിൽ വെക്കും. ഇതിന് സാധാ ടൈപ്പ് ഉണക്കത്തില്ല, നല്ല ടെയിൽ വെക്കുന്നൊരു ബ്രീഡായത്. വെള്ളം നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ക്ലീൻ ചെയ്തിട്ട് അടിഭാഗം വെള്ളം വലിച്ചു കളഞ്ഞ് അതിലെ അഴുക്കെല്ലാം വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം കുറച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാണ്ടോര ബ്ലൂ മൊസൈക്കാണ് ഇത്. നല്ല ടെയിൽ വരുന്നൊരു വെറൈറ്റിയാണ് പാണ്ടോര ബ്ലൂ മൊസൈക്ക്. അത് സിൽവർ റെഡ് ബ്ലൂ. ഇത് ഐവറി വൈറ്റ് കോയി, പുതിയ വെറൈറ്റിയാണ് ഐവറി വൈറ്റ് കോയി. ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വാല് ചുറ്റിയിട്ടുള്ള അസുഖങ്ങൾ, വെള്ളത്തിൻ്റെ pH വ്യത്യാസം വരിക, പിന്നെ അമോണിയ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമോണിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം ഇടുന്നതാണ് നല്ലത്. പിന്നെ pH വ്യത്യാസം വരികയാണെങ്കിൽ എന്തെങ്കിലും ഉണങ്ങിയ വാഴയിലയോ അല്ലെങ്കിൽ ബദാമിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഇടയ്ക്ക് ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ നമ്മൾ ഫിഷിനെ ഇടുന്നതിൻ്റെ മുമ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെളിയിലാണ് ഫിഷ് കിടക്കണമെങ്കിൽ നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഉപ്പുകല്ല് ടാങ്ക് ഇടുന്നത് നല്ലത്. മിക്ക അസുഖങ്ങളെയും ഉപ്പുകല്ല് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. എഗ്ഗ് ചെയ്യുന്നതിന് മസ്റ്റായിട്ടും ആർട്ടീമിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എങ്കിൽ അത് പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടത്തുള്ളൂ, വളർന്ന് കിട്ടത്തുള്ളൂ. പിന്നെ അത് ചത്തു പോകത്തേ ഉള്ളൂ. അന്നേരം ഇത് ആർട്ടീമിയ നമ്മളിവിടെ ഹാച്ച് ചെയ്യുന്നത് എങ്ങനെയാ, OSA ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പുവെള്ളമിട്ട് എയറേഷൻ കൊടുത്ത് ഹാച്ച് ചെയ്യുക ചെയ്യുന്നത്. ആർട്ടീമിയ ഒരു 24 മണിക്കൂറിനുള്ളിൽ വിരിഞ്ഞ് കിട്ടും. ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഈ വിഡോ, ടൈഗർ ബാർബ ഇത് നമ്മളിവിടെ വളർത്തുന്നതാണ്. കൊടുക്കാനുള്ളതല്ല, വീട്ടിൽ വളർത്തുന്ന പൂഡിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പുതിയതിപ്പോൾ ഉള്ളത് ഐവറി വൈറ്റ് കോയി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതും നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. പിന്നെ ആൽബിനോ കോയി, റെഡ് ഇയർ കോയി ഉണ്ട്. ഫുൾ റെഡിൻ്റെ നല്ല ഡോട്ട്സിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയർ ഉണ്ട്. പ്ലാറ്റിനം റെഡ് ഉണ്ട്, ചില്ലി റെഡ്, പഴയ ബ്രീഡുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കിടക്കുന്ന ഹൈബ്രിഡ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 100 100 തൊട്ട് 500 ആ റേറ്റ് വരെ ഉള്ളതാണ് ഇപ്പം കിടക്കുന്നത്. പിന്നെ ഹൈബ്രിഡിൻ്റെ തന്നെ മിക്സായിട്ടുള്ള ഐറ്റം കിടപ്പുണ്ട്. അത് 50 രൂപ പെയർ വരുന്ന ഗപ്പീസാണ്.